الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സന്മാർഗ ദർശനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ മുമ്പോട്ട് പോകണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാകാരുണ്യത്തിൻ്റെ നിറകുടമായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ പവിത്രമായ പകലുകളിലൂടെ, ശ്രേഷ്ഠമായ രാവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ പുണ്യങ്ങളുടെ പൂത്താലമാണ് എന്ന് ആരും പറയാതെ നമുക്കറിയാം. എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൻ്റെ അസുലഭവും അനർഘവുമായ ഒരു കാലഘട്ടം. പക്ഷേ റമദാനിൻ്റെ സവിശേഷതകളെ, അതിൻ്റെ അപൂർവമായ സൗഭാഗ്യങ്ങളെ, അതിൻ്റെ അനുഭൂതി വിശേഷങ്ങളെ സ്വന്തം അനുഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിരന്തരം ഓരോ ദിനവും പിന്നിടുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാൻ മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ വസന്തോത്സവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ മനുഷ്യനായി വേറിട്ട് നിൽക്കുന്ന ഗുണമേതാണോ, ആ മനുഷ്യത്വമാകുന്ന ഗുണത്തിൻ്റെ മഹാ ഉത്സവത്തിൻ്റെ കാലമാണ് പരിശുദ്ധ റമദാൻ. നമുക്കറിയാം, ഒരു മൃഗത്തിൽ നിന്ന് നമ്മെ വേറിട്ട് നിർത്തുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജൈവികമായ ചോദനകളെ, നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങളെ, നമ്മുടെ മോഹങ്ങളെ നമുക്ക് മെരുക്കിയെടുക്കാൻ കഴിയുന്നു എന്നിടത്താണ്. ഉദാഹരണമായി ഒരു
മൃഗത്തിന് ഒരൽപ്പം ആഹാരം കിട്ടിയെന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ മൃഗം ഈ നാട്ടിൽ എന്നെപ്പോലെ മറ്റ് മൃഗങ്ങളുണ്ടല്ലോ, പട്ടിണി കിടക്കുന്നവരുണ്ടല്ലോ, എന്നാൽ എനിക്ക് കിട്ടിയ ഈ ആഹാരം എന്റെ സഹജീവികളുമായി പങ്കിട്ട് കഴിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് അസംഭവ്യമാണ്. പക്ഷെ നിങ്ങളിൽ ഒരാൾക്കാണ് വളരെ തിരക്കിട്ട് പണിയെടുക്കുന്നതിന്റെ ഇടവേളയിൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഓഫീസിൽ പോകുന്ന നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി സ്വാദിഷ്ടമായ ആഹാരമുണ്ടാക്കി ഡൈനിങ് ടേബിളിൽ മൂടി വെച്ചിട്ടാണ് അവൾ പോയിട്ടുള്ളത്. അങ്ങനെ കിട്ടിയ കുറഞ്ഞ സമയം കൊണ്ട് വേഗം വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ കൈ കഴുകി സീറ്റിൽ ഇരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിൽ ആരോ വന്നതായി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ മുഖഭാവത്തോടുകൂടിയ ഒരു ദരിദ്രനായ മനുഷ്യൻ. എല്ലാ നിസ്സഹായതയും വിളിച്ചോതുന്ന അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ദിവസങ്ങളായി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ എല്ലും തോലുമായി നിൽക്കുന്ന ഈ മനുഷ്യരൂപം മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ച ഈ പട്ടിണി പാവത്തിന്റെ നേർക്ക് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ച, ഒരുപക്ഷെ രാവിലെ പോലും ഒന്നും കഴിക്കാതെ ഓഫീസിലേക്ക് പോയ നിങ്ങൾ ആ ഭക്ഷണം അയാൾക്കായി മാറ്റിവെക്കുന്നു. ഇതിനാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജൈവികമായ ഒരു ചോദനയുണ്ട്, നമുക്ക് വല്ലാത്ത വിശപ്പുണ്ട്, കൊതിപ്പിക്കുന്ന ആഹാരം നമ്മുടെ മുമ്പിലുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ അതിനേക്കാൾ വലിയ എന്തോ ഒന്നിനു വേണ്ടി, അഥവാ കൂടുതൽ അർഹതപ്പെട്ട ഒരാൾക്കത് സമ്മാനിക്കുമ്പോൾ എന്തോ തിളങ്ങുന്ന ഒരു വലിയ ഒരു സംഭവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ പട്ടിണി പാവം ചോറ് വാരി തിന്നുന്നത് കാണുമ്പോൾ ആനന്ദം കൊണ്ട് നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട്, നമ്മുടെ കൽബ് നിറയുന്നുണ്ട്. ഇതിനാണ് നമ്മൾ മനുഷ്യത്വമെന്നും സംസ്കാരമെന്നും വിളിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യത്വത്തിന്റെ സംസ്കാരത്തിന്റെ വസന്തോത്സവമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. റമളാനിലൂടെ ശവ്വാലിലേക്ക് എത്തുമ്പോൾ കൂടുതൽ നല്ല ഒരു മനുഷ്യനായി, കൂടുതൽ നല്ല മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനായി, സഹജീവികളെ തിരിച്ചറിയുന്ന ഒരാളായി, പട്ടിണി പാവങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുന്ന ഒരുവനായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമളാൻ സിയാമിന്റെ മാസമാണ്, റമളാൻ ഖിയാമിന്റെ മാസമാണ്, റമളാൻ റഹ്മത്തിന്റെ മാസമാണ്, റമളാൻ മഗ്ഫിറത്തിന്റെ മാസമാണ് പ്രവാചകന്റെ വാക്കുകളിൽ. റമളാൻ സിയാമിന്റെ മാസമാണെന്ന് പറയുമ്പോൾ നോമ്പിലൂടെ വ്രതത്തിലൂടെ ഒരു വിശ്വാസം നേടിയെടുക്കേണ്ടത് എന്ത് എന്ന് വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സംഭവത്തിൽ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മനിയന്ത്രണം എന്ന് പറയുന്ന നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുക എന്ന ഒരു വലിയ ഗുണം, ഇതാണ് യഥാർത്ഥത്തിൽ സിയാമിലൂടെ നാം നേടിയെടുക്കേണ്ടത്. വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം, ഇച്ഛകളുടെ കാമുകനാണ് മനുഷ്യൻ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നസീഹത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം, വിശുദ്ധ റമളാനിന്റെ ഒരുപിടി നന്മകളുണ്ട്, ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഒത്തിരി തലങ്ങളിൽ നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയും. അതിന് ഒരൊറ്റ പോയിന്റ് മാത്രം, റമളാൻ സിയാമാണെങ്കിൽ ആ സിയാമിന്റെ കാതലെന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്, ഇച്ഛാനിയന്ത്രണമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യൻ ആഗ്രഹങ്ങളുടെ കാമുകനാണ്. ഒരുപാട് മോഹങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മോഹങ്ങളുടെ ചിറകുകളിൽ അനന്തമായ ആഗ്രഹങ്ങളുടെ വിഹായസിൽ പറന്നു നടക്കുകയാണ് ഓരോ മനുഷ്യനും.
ഭൗതികമായി യാതൊന്നുമില്ലാത്ത നിസ്വനായ പീഡികത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന മനുഷ്യനും ഒരുപാട് സ്വപ്നങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും മതിവരാത്ത സമ്പത്തിനെക്കുറിച്ച് മോഹമുണ്ട്, അധികാരത്തെക്കുറിച്ച് ചിന്തയുണ്ട്, പ്രസിദ്ധിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്, കുടുംബത്തെ സംബന്ധിച്ച ചിന്തകളുണ്ട്. ഇങ്ങനെ ഒരുപാട് മോഹങ്ങളിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ, ഞാനൊരു മികച്ച അധ്യാപകനായിട്ടാണ് നിയമിക്കപ്പെട്ടത് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ നബി ഒരിക്കൽ സഹാക്കളുടെ മുമ്പിൽ നിലത്ത് മണ്ണിൽ 2 വരകൾ വരച്ചു, ഒരു വലിയ രേഖയും ഒരു ചെറിയ രേഖയും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ ചെറിയ രേഖയാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നു, ഈ വലിയ വരയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നു. മോഹങ്ങളുടെ താഴ്വരകളിൽ എവിടെയോ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുകയാണ്, ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. മരണപ്പെടുന്ന ഓരോ മനുഷ്യനും ഒരുപാട് മോഹങ്ങളുടെ സാമ്രാജ്യങ്ങൾ ബാക്കിവെച്ചുകൊണ്ടാണ് ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇങ്ങനെ മോഹങ്ങളുടെ കാമുകനായ മനുഷ്യൻ തിരമാല പോലെ എന്ന് വിശദീകരിക്കാറുണ്ട്. ഒരു തിര വന്ന് തീരം തല്ലി ഒടുങ്ങുമ്പോൾ മറ്റൊരു തിര ഉത്ഭവിക്കുന്നു, അതൊടുങ്ങുമ്പോൾ അടുത്ത തിര ഉണ്ടാകുന്നു. ഇങ്ങനെ തിരമാലകൾ പോലെ മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹങ്ങളുടെ വേലിയേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിരയെപ്പോലെ എന്ന് പറയാറുണ്ട്, അതങ്ങനെ പാഞ്ഞു പോവുകയാണ്. വളരെ വേഗത്തിൽ നമ്മുടെ മോഹങ്ങൾ അങ്ങനെ എല്ലാ അതിർത്തികളും ഭേദിച്ച് ആകാശങ്ങളിൽ സഞ്ചരിക്കുകയാണ്. എത്രയെത്ര സ്വപ്നങ്ങളാണ് ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ അവന്റെ 2 കാര്യങ്ങൾ യൗവനം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ വയസ്സനാകും തോറും അയാളുടെ ഉള്ളിൽ ചെറുപ്പക്കാരനായിക്കൊണ്ടേയിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹുബ്ബുൽ ഐശി വഹുബ്ബുൽ മാൽ, ഒന്ന് ജീവിക്കാനുള്ള ആർത്തിയാണ്, രണ്ടാമത്തേത് പണത്തോടുള്ള ആർത്തിയാണ്. ഇത് രണ്ടും അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, യൗവനം പ്രാപിച്ചുകൊണ്ടിരിക്കും എന്ന്. ബിസിനസ് തുടങ്ങിയാൽ നമുക്കറിയാം അത് ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് പോവുകയാണ്. പണ്ട് നമ്മുടെ തത്വചിന്തകനായ കവി പാടിയതുപോലെ 10 കെട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടായാൽ അയുധമാകിൽ ആശ്ചര്യമെന്നും അദ്ദേഹം പാടി. 10 കിട്ടിയാൽ 100 ആക്കണം, 100 കയ്യിൽ വന്നാൽ പിന്നെ 1000 പണം കയ്യിലുണ്ടായാലോ ആയുധമാണ്, പിന്നെ 10,000-ത്തിലെത്തിക്കണം. പിന്നെ അങ്ങനെ വളർന്നേ പോവുകയാണ്. ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാലഹ സാലിസ, സ്വർണത്തിന്റെ 2 താഴ്വരകൾ തന്നെ കിട്ടുമ്പോഴും എന്നാൽ അതുകൊണ്ട് നിർത്താം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. 3ാമതൊന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ വല്ലാത്ത ആർത്തിയിലൂടെ, അബൂലഹബിന്റെ ആർത്തി പോലെ എന്ന് വേണമെങ്കിൽ പറയാം സമ്പത്തിനെ സംബന്ധിച്ച മോഹം. അബൂലഹബ് ഖുറൈശികളിൽ ഏറ്റവും വലിയ ധനികനായിരുന്നു. 200 ഊക്കിയ സ്വർണം ആസ്തിയുണ്ടായിരുന്ന 4 ഖുറൈശികളിൽ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു അബൂലഹബ്. പക്ഷേ അബൂലഹബിന്റെ ആർത്തി അതുകൊണ്ട് തീർന്നില്ല. ജാഹിലി കാലഘട്ടത്തിൽ ഒരിക്കൽ കഅബാലയത്തിന്റെ ഭണ്ഡാരം കുത്തി അതിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച ഒരു കേസുണ്ട് അബൂജഹലിനെ സംബന്ധിച്ച്, അബൂലഹബിനെ സംബന്ധിച്ച്. എന്നിട്ടോ ഇതൊന്നും ഉപകരിച്ചില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ ധനം അവനൊട്ടും ഉപകാരപ്പെട്ടില്ല. വമാ കസബ, അവന്റെ മക്കളാകുന്ന സമ്പാദ്യവും അവനുപകരിച്ചില്ല. അവസാനം ഈ ധനികനായ കോടീശ്വരൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും നിന്ദ്യനായി മഹാരോഗം പിടിപെട്ട് മരണപ്പെട്ടു പോവുകയും, മഹാരോഗം പിടിപെട്ട ഈ മനുഷ്യന്റെ ശവശരീരം കുഴിച്ചിടാൻ പോലും മക്കൾ സമ്മതിക്കാതിരിക്കുകയും നാട്ടുകാരെല്ലാവരും കൂടി അബസീനിയയിൽ നിന്ന് വരുന്ന ഏതോ തൊഴിലാളികളെ കൊണ്ടുവന്നു ആ തൊഴിലാളികൾ സ്വന്തം കൈകൊണ്ട് ഈ ശരീരത്തെ സ്പർശിക്കാൻ അറച്ചിട്ട് കമ്പി കൊണ്ടും അതുപോലെ കോലുകൊണ്ടുമൊക്കെ ചിക്കി ഒരു കുഴിയിലേക്കിട്ട് തള്ളുകയും ചെയ്ത കഥ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്ത് അവൻ ഉപകരിച്ചില്ല,
അവന്റെ സന്താനങ്ങളും അവൻ ഉപകാരപ്പെട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അലക്സാണ്ടറുടെ ആർത്തി പോലെ എന്നും വേണമെങ്കിൽ വിശദീകരിക്കാം. മോഹങ്ങളുടെ രാജകുമാരനായിരുന്നുവല്ലോ. ലോകം മുഴുവൻ എനിക്ക് കീഴടക്കണമെന്നായിരുന്നു മാസഡോണിയയിലെ അലക്സാണ്ടറുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു വിശ്വൈക ചക്രവർത്തിയായി മാറണം, അങ്ങനെ എനിക്ക് ലോകം ഭരിക്കണം എന്നാണ് അയാൾ ചിന്തിച്ചത്. എന്താണ് സംഭവിച്ചത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും നല്ല ഒരു സൈന്യത്തെ സജ്ജീകരിച്ച് അലക്സാണ്ടർ പടപുറപ്പെട്ടു. അലക്സാണ്ടറുടെ സൈന്യത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു ആ സൈന്യത്തിൽ. സർവസജ്ജമായിരുന്നു അദ്ദേഹത്തിന്റെ പട്ടാളം. അതിൽ വിഷഗ്വരന്മാരുണ്ടായിരുന്നു, സംഗീതജ്ഞരുണ്ടായിരുന്നു, യുദ്ധനിപുണരുണ്ടായിരുന്നു, വളരെ വലിയ വ്യവസായികളുണ്ടായിരുന്നു, രാഷ്ട്രീയ വിശാരദന്മാരുണ്ടായിരുന്നു, തത്വചിന്തകന്മാരുണ്ടായിരുന്നു, കലാകാരന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മാസഡോണിയയിലെ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ പട നയിച്ചു. നമുക്കറിയാം, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും അദ്ദേഹം വന്നെത്തി. നീണ്ട 5 കൊല്ലം ആ പടയോട്ടം തുടർന്നു. ഒരുപാട് നാടുകൾ കീഴടക്കി, ഒരുപാട് നഗരങ്ങൾക്ക് അദ്ദേഹം സ്വന്തം പേരിട്ടു. ഈജിപ്തിൽ തന്നെ 12 അലക്സാണ്ട്രിയ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള അലക്സാണ്ടർ ഒരു ശത്രുവിന് മുമ്പിൽ കാണുകയും ആ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടുകയും ആ ശത്രുവിനെ കണ്ടെത്താനാവാതെ അവസാനം നിരാശപ്പെടുകയും ഒടുവിൽ മലമ്പനി ബാധിച്ച് 33-ാമത്തെ വയസ്സിൽ 5 കൊല്ലത്തെ ഈ ലോകോത്തര പര്യടനത്തിന് ശേഷം അലക്സാണ്ടർ ഒന്നും നേടാതെ മരണപ്പെട്ടു പോവുകയാണ്. പക്ഷേ മരിക്കാൻ നേരം അലക്സാണ്ടർ ഒരു വസീയത്ത് ചെയ്തു എന്ന് നമുക്കറിയാം. എന്റെ ശവമഞ്ചം കടന്നു പോകുമ്പോൾ എന്റെ മൃതശരീരത്തിൽ നിന്ന് എന്റെ 2 കൈകളും 2 വശങ്ങളിലേക്കും ഇങ്ങനെ നീട്ടി തുറന്നിടണം. കാരണം ലോകമറിയണം, ലോകം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തു നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടുകൂടിയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് ലോകം തിരിച്ചറിയട്ടെ എന്ന് വസീയത്ത് ചെയ്ത് കടന്നുപോയ മാസഡോണിയയിലെ അലക്സാണ്ടർ ചക്രവർത്തി. പക്ഷേ അലക്സാണ്ടറുടെ പേരമക്കൾ അദ്ദേഹത്തിൽ നിന്ന് പാഠമൊന്നും ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, പിൽക്കാല ചരിത്രം ചോരയുടെ ചരിത്രമാണ് എന്ന് നമുക്കറിയാം. സാമ്രാജ്യത്വ വെട്ടിപ്പിടുത്തങ്ങളുടെ ചരിത്രമായിരുന്നു, അധിനിവേശങ്ങളുടെ പോരാട്ടങ്ങളുടെ ചരിത്രമായിരുന്നു, സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും ചരിത്രമായിരുന്നു. 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യരുടെ ചോരപ്പുഴകൾ ഒഴുകി. വിശദീകരിക്കേണ്ടതില്ലല്ലോ 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ മനുഷ്യൻ ഏറ്റവും വലിയ സംഹാര ശക്തിയായി മാറുന്നു. ചിലരുടെ ദേഹേച്ഛകളാണ്. ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത നേതാക്കൾ ലോകത്തെ ഭരിച്ചു. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ സ്റ്റാലിനെ കുറിച്ച്, പറയേണ്ടതില്ലല്ലോ ഹിറ്റ്ലറിനെ കുറിച്ച്. അത്തരം എത്രയോ നേതാക്കന്മാർ ലോകത്ത് കഴിഞ്ഞുപോയി. അവരുടെ ചുറ്റുപാടുമായിരുന്നല്ലോ ലോകരാഷ്ട്രീയം ദശകങ്ങളോളം കറങ്ങിത്തിരിഞ്ഞത്. ഉരുക്കു മനുഷ്യനായ സ്റ്റാലിന്റെ ചുറ്റും, ഹിറ്റ്ലറിന് ചുറ്റും എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ പരമ്പര അവിടെ തീർന്നില്ല, പിന്നെയും തുടർന്നു. ജോർജ് ബുഷ് വരെ എത്രയെത്രയോ സംഭവങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. പറഞ്ഞു വരുന്നത്, ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യരല്ല മനുഷ്യരുടെ നായകസ്ഥാനത്തെത്തിയത്. ലോകത്തെ ഭരിച്ചത് ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത, അത്തരം മോഹങ്ങളുടെ പിന്നാലെ പോകുന്ന ദേഹേച്ഛകളുടെ അടിമകളായിത്തീരുന്ന മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു, മനുഷ്യൻ ലോകത്ത് അല്ലാഹുവിനെ കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ കൃത്രിമ ദൈവങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ദേഹേച്ഛയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. മനുഷ്യൻ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ, കൽപ്രതിമകൾ, മനുഷ്യദൈവങ്ങൾ, ഈ ദൈവങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് അല്ലാഹുവിങ്കിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള അവന്റെ ദേഹേച്ഛയാണ്. അങ്ങനെ ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്ന മനുഷ്യൻ, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു അഫഅൻത തകൂനു അലൈഹി വകീല. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ കണ്ടില്ലേ? അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ? അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ നിനക്കാകുമോ? അയാൾക്ക് വേണ്ടി വാദിക്കാൻ നിനക്കാകുമോ? പ്രവാചകനോട് അല്ലാഹു ചോദിക്കുകയാണ്, ദേഹേച്ഛയെ ദൈവമാക്കിയ മനുഷ്യൻ, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ,
അവരിൽ അധികം ആളുകളും ചിന്തിക്കുകയും കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഹും ഇല്ലാ കൽ അൻആം, വിശുദ്ധ ഖുർആൻ. ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ വെറും നാൽക്കാലികളെ പോലെയാകുന്നു. സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ, ലക്കും ലഗാനമില്ലാത്ത മോഹങ്ങളുടെ പിന്നാലെ, കുതിരയെപ്പോലെ പായുന്ന മോഹങ്ങളുടെ പിന്നാലെ ജീവിതം ഹോമിച്ചു നടക്കുന്നവർ. ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ വെറും കന്നുകാലികളെ പോലെയാണ്. പോരാ, ബൽഹും അളല്ലു സബീല, അതിനേക്കാൾ വഷളന്മാരാണവർ, കന്നുകാലികളെക്കാൾ നിലവാരം കുറഞ്ഞവരാണവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരു കഴുതയെപ്പോലെ, ഒരു നായയെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വഷളായ നിലവാരത്തിലാണ് ഇച്ഛകളുടെ പിന്നാലെ, കടിഞ്ഞാണില്ലാത്ത മോഹങ്ങളുടെ പിന്നാലെ പായുന്ന മനുഷ്യൻ. ഒമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു, ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്നവൻ, അവനേക്കാൾ വൃത്തികെട്ടവനാരാണ്? അവനേക്കാൾ അധപ്പതിച്ചവനാരാണ്? വലവിത്തബഅൽ ഹഖ്ഖ വഹുവാഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന, സത്യം ഇവരുടെ ദേഹേച്ഛകളെ പിന്തുടർന്നിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന, ആകാശങ്ങൾ തകർന്നു പോകുമായിരുന്നു, ഭൂമി ഫസാദാകുമായിരുന്നു, ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം നശിച്ചു പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ റമളാനിൽ വ്രതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതിന്റെ പവിത്രമായ പകലുകളിലൂടെ, അതിന്റെ ശ്രേഷ്ഠമായ രാവുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരുത്തർക്കും ചിന്തിക്കുവാൻ, ആത്മപരിശോധന നടത്തുവാൻ കഴിയണം. ഈ ഇച്ഛാനിയന്ത്രണം എന്ന് പറയുന്നത് സാധിക്കുന്നുണ്ടോ? അതിന്റെ പ്രതീകാത്മകമായിട്ടാണല്ലോ പലതും ചെയ്യുന്നത്. സ്വന്തം ആഗ്രഹങ്ങളെ മെരുക്കിയെടുക്കാനുള്ള ഈ കഴിവ്, ഇച്ഛകളെ ഇങ്ങനെ കയറൂരി വിടരുത്, ആഗ്രഹങ്ങളെ ഇങ്ങനെ കയറൂരി വിടരുത് എന്നെല്ലാവരും സമ്മതിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷേ അരാജകവാദികളായ, അതിരില്ലാത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഭൗതികവാദികൾ പോലും നിർബന്ധിതമായി നിയന്ത്രണങ്ങൾക്ക് വിധേയരാണല്ലോ. എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രരായിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. തോന്നിയതുപോലെ ജീവിക്കണം, ഇഷ്ടമുള്ളതുപോലെ, എനിക്ക് തോന്നുന്നതാണ് എന്റെ നിയമം, എന്റെ ആദർശം എന്ന് പറയുന്ന ആളുകൾ പോലും ഒരുപക്ഷേ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ അവൻ നാൽക്കവലയിലെത്തുന്നു. അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. അവന്റെ വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ചില നിയമങ്ങളുണ്ട്. അവിടെ മഞ്ഞ ലൈറ്റുണ്ട്, പച്ച വെളിച്ചമുണ്ട്, ചുവന്ന വെളിച്ചമുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട്, ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ആ അരാജകവാദിയും വണ്ടി മുമ്പോട്ടെടുക്കാൻ. എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി തന്നെ നിയമങ്ങൾക്ക് വിധേയനാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ വേണം, നിയമങ്ങൾ വേണം. വടിച്ചുഴറ്റാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ട്. പക്ഷേ അതടുത്തു നിൽക്കുന്നവന്റെ മൂക്കിന്റെ അഗ്രഭാഗം വരെ മാത്രമേ ആ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ആരുടെ ഇഷ്ടപ്രകാരമാണ് നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത്? അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ദൈവിക ദർശനവും ഭൗതിക ദർശനങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ ചിട്ടപ്പെടുത്തണം, അതിനെ നിയന്ത്രിക്കണം. ആരുടെ ഹിതപ്രകാരം? പ്രവാചകന്മാര് പഠിപ്പിച്ചു, അത് നാഥന്റെ ഹിതപ്രകാരമാകണം. നിന്നെ മാത്രമല്ല, നിന്റെ മുൻഗാമികളെ സൃഷ്ടിച്ചവനായ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ മുഴുവൻ മനുഷ്യരാശി സൃഷ്ടിച്ചവനായ അല്ലാഹു. യാ അയ്യുഹന്നാസ് വഅബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ തമ്പുരാൻ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ല നിങ്ങളെ മനുഷ്യരെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവനായ എല്ലാത്തിന്റെയും നാഥനായ തമ്പുരാൻ. അവന്റെ ഹിതപ്രകാരം വേണം നിങ്ങൾ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ചിട്ടപ്പെടുത്താൻ എന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളെപ്പോലുള്ള മനുഷ്യർ, നിങ്ങളെപ്പോലുള്ള മനുഷ്യരായ പുരോഹിതന്മാർ, നിങ്ങളെപ്പോലുള്ള ഭരണാധികാരികൾ, നിങ്ങളെപ്പോലുള്ള ബുദ്ധിജീവികൾ, നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ഇച്ഛകളെ ചിട്ടപ്പെടുത്തുകയല്ല വേണ്ടത്. സൃഷ്ടികർത്താവ് ആരാണോ അവന്റെ ഹിതപ്രകാരം വേണം നിങ്ങൾ ഇച്ഛകളെ നിയന്ത്രിച്ചെടുക്കുവാൻ. അലാലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിയുമായിട്ടാണ് ആ ശാസനാധികാരത്തിന്റെ ബന്ധമെന്ന് പറയുന്നത്. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആരാണ് തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് ഭയപ്പെട്ടുകൊണ്ട് തന്റെ ഇച്ഛകളെ വിലക്കുന്നത്, സ്വന്തം മോഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്,
വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നവൻ. ഇതാണ് സ്വർഗത്തിന്റെ വഴി, ഇതാണ് സ്വർഗീയ പാത, ഇതാണ് അമ്പിയാക്കന്മാര് കാണിച്ചു തന്നത്. ഇച്ഛകളെ കയറൂരി വിടുന്ന സംസ്കാരത്തിന് പകരം ഇച്ഛകളെ നിയന്ത്രിക്കുന്ന സംസ്കാരം. എത്രയോ വിശദീകരിക്കാൻ കഴിയും, വിശദീകരിക്കാൻ സന്ദർഭമില്ല, അത് വേണ്ടതുമില്ല, നമുക്കൊക്കെ അറിയുന്ന കഥകളാണല്ലോ. യൂസുഫ് നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ തുറന്നു വെച്ചു. എന്തിനാണ്? ഇച്ഛാനിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ മാതൃക യൂസുഫ് അലൈഹിസ്സലാം. കാരണം ഏറ്റവും വലിയ ലൈംഗികാഭിനിവേശങ്ങളുടെ, മോഹങ്ങളുടെ, വൈകാരികമായ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന, അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു പ്രവാചകനെ അള്ളാഹു അസാധാരണമായി പരീക്ഷിച്ചു. തിന്മക്കുള്ള എല്ലാ സന്ദർഭങ്ങളും ഒരുക്കി വെച്ചു. എന്നിട്ട് പരീക്ഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം. നോമ്പുകാരൻ ആർജിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഈ യൂസുഫ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത, കാണിച്ചു തന്ന ഇച്ഛാനിയന്ത്രണത്തിന്റെ സംസ്കാരമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അമ്പിയാക്കന്മാരുടെ അനുചരന്മാർ വിശദീകരിക്കുന്നില്ല. അബീ മർസദ് എന്ന് പറയുന്ന ഒരു സഖാവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി, ചരിത്രത്തിന്റെ മുമ്പിലുണ്ട്. മർസദ് ബിൻ അബീ മർസദ്, അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സഹാബിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം മക്കയിലെ ഖുറൈശികൾ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വിശ്വാസികളെ ഒടുവിൽ അവരുടെ തടവ് പാളയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്റെ അനുമതിയോടുകൂടി മക്കയിലെത്തിച്ചേരുന്ന അരോഗദൃഢഗാത്രനായിരുന്ന, സുന്ദരനായിരുന്ന മർസദ് റളിയല്ലാഹു തആല അൻഹു, നിലാവുള്ള ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു വിശ്വാസിയായ തടങ്കൽ പാളയത്തിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പൂനിലാവുള്ള രാത്രിയിൽ അദ്ദേഹത്തിന്റെ തൊട്ടുപിന്നിൽ വന്ന് ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആ സുന്ദരിയായ സ്ത്രീ, ഇനാക്ക് എന്ന് പറയുന്ന ആ സ്ത്രീ, ആലിംഗനം എന്നാണ് വാക്കിന്റെ തന്നെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കരളിതമായി പോകുന്ന ഒരു പേരാണ് മർസദിനെ സംബന്ധിച്ചിടത്തോളം അത്. കാരണം ദൈവിക സന്മാർഗത്തിന്റെ പാതയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അരാജക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടത്തിൽ, അനിയന്ത്രിതമായി ജീവിതം നയിച്ചിരുന്ന കാലഘട്ടത്തിൽ, ഇച്ഛകളെ കയറൂരി വിട്ട ഒരു സംസ്കാരത്തിലായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ഇനാക്ക് എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും സുന്ദരിയായിരുന്ന ആ അതിസാരിക. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുകയാണ്, മർസദേ, നീ എപ്പോൾ വന്നു? നമുക്കിന്ന് രാത്രിയെങ്കിലും എത്രയോ കാലമായി, നമുക്കൊരുമിച്ച് കഴിയാമെന്ന് പറഞ്ഞുകൊണ്ട് മർസദ് റളിയല്ലാഹു അൻഹുവിനെ പ്രലോഭിപ്പിക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി അദ്ദേഹം, എന്നിട്ട് പറഞ്ഞു, അള്ളാഹു വിലക്കിയ കാര്യമാണല്ലോ അവിഹിത ബന്ധം, അള്ളാഹു വിലക്കിയതാണ് വ്യഭിചാരം, ഇത് പഴയ മർസദല്ല ഇനാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മർസദ് ബിൻ അബീ മർസദിനെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. ആ സ്ത്രീ, മോഹഭംഗം സംഭവിച്ച ആ സ്ത്രീ പരിസരവാസികളെയൊക്കെ ഒച്ചയിട്ട് ബഹളം കൂട്ടി ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ മർസദിനെതിരെ തിരിക്കുകയും എല്ലാവരും കൂടി മർസദിനെ ആക്രമിക്കാൻ വേണ്ടി ഓടുകയും ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് ചരിത്രത്തിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, നോമ്പുകാരൻ ശ്രമിക്കുന്നത് ഇച്ഛകളെ നിയന്ത്രിക്കാനാണ്. ഏറ്റവും വലിയ പ്രലോഭനം അത് പണത്തിന്റെ പ്രലോഭനമാകാം, അത് പെണ്ണിന്റെ പ്രലോഭനമാകാം, അത് അധികാരത്തിന്റെ പ്രലോഭനമാകാം, അത് പ്രശസ്തിയുടെ പ്രലോഭനമാകാം. ഈ പ്രലോഭനങ്ങൾ വന്നിട്ട് മനുഷ്യനെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മർസദിനെ പോലെ, അവിടെ യൂസുഫിനെ പോലെ ഖാല മഅദല്ലാഹ് എന്ന് പറയാൻ കഴിയുമോ? ഇതാണ് യഥാർത്ഥത്തിൽ ഇച്ഛാനിയന്ത്രണത്തിന്റെ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ ഇച്ഛാനിയന്ത്രണമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ആത്മശക്തി വീണ്ടെടുക്കാൻ കഴിയൂ. ആത്മശക്തി വരുന്നത് ആന്തരികമായ ശക്തിയിൽ നിന്നാണ്. പോഷകാഹാരങ്ങൾ കഴിച്ചതുകൊണ്ട്, ഡോക്ടർമാർ പറയുന്ന വളരെ സമീകൃതാഹാരം കഴിച്ചതുകൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയല്ല ആത്മശക്തി എന്ന് പറയുന്നത്. ശരീരശക്തി അങ്ങനെ സമാർജിച്ചെടുക്കാൻ കഴിയും, പക്ഷേ ആത്മശക്തി അങ്ങനെ നേരിടാൻ കഴിയില്ല, നേടിയെടുക്കാൻ കഴിയില്ല. ആത്മശക്തി വരുന്നത് ആന്തരിക ശക്തിയിൽ നിന്നാണ്, ആത്മീയതയിൽ നിന്നാണ്. ആ ആന്തരിക ശക്തിയുള്ളവനാണ് കരുത്തനെന്ന് പ്രവാചകൻ തിരുത്തി പഠിപ്പിച്ചു. കാരണം ലോകം അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. ആരാണ് ബലമുള്ളവൻ, ആരാണ് ശക്തൻ, ആരാണ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ അങ്ങനെ കുറെ സങ്കല്പങ്ങൾ. പ്രവാചകൻ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറ ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ആരാണ് കരുത്തനെന്നറിയുമോ? നിങ്ങളിൽ കൂടുതൽ ഗുസ്തിമത്സരത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ കരുത്തുള്ള മനുഷ്യൻ. ആരാണ് ബലമുള്ള വ്യക്തിത്വം? പ്രവാചകൻ പറഞ്ഞു, ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. മനോനിയന്ത്രണം സാധിക്കുന്നവൻ. കോപം വരുമ്പോൾ, കോപം പിശാചാക്കി മാറ്റുമ്പോൾ
കോപം അന്ധനാക്കി മാറ്റുമ്പോൾ അവിടെ സ്വന്തം മനസ്സിനെ സ്വന്തം വരുതിയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ കരുത്തനായ മനുഷ്യനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആരാണ് ബുദ്ധിമാൻ? രണ്ട് കാശുണ്ടാക്കുന്നവനാണോ? പ്രവാചകൻ തിരുത്തിയല്ല. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്ത്. പ്രവാചകൻ വിശദീകരിച്ചു, ആരാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, തന്നെ വിലയിരുത്താൻ കഴിയുന്നവൻ, മറ്റുള്ളവരെ പരിശോധിക്കുന്നതിന് പകരം സ്വന്തത്തെ പരിശോധിക്കാൻ കഴിയുന്നവൻ, സ്വന്തം കുറവുകളെ സ്വന്തം കൂടുതലുകളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ, എവിടെയാണോ പോരായ്മകൾ അത് പരിഹരിക്കാൻ കഴിയുന്നവൻ, അങ്ങനെയുള്ള മനുഷ്യനാണ് ബുദ്ധിമാനായ മനുഷ്യൻ. വഅമല ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതം, അതിനുള്ള സമ്പാദ്യം, അവിടേക്കുള്ള നിക്ഷേപം, ആ സ്വർഗത്തിന്റെ പ്രവേശനം, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. റസൂൽ തുടർന്ന് പറഞ്ഞു, ആരാണ് വിഡ്ഢി എന്നറിയുമോ? ആരാണ് ഭീരുവെന്നറിയുമോ? അൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ എന്ന് പറഞ്ഞാൽ സ്വന്തം ദേഹേച്ഛകളുടെ പിന്നാലെ, ശരീരമോഹങ്ങളുടെ പിന്നാലെ കടിഞ്ഞാണില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മോഹങ്ങൾക്ക് വേണ്ടി അതിനെ പിന്തുടർന്ന് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് യഥാർത്ഥത്തിൽ വിഡ്ഢിയായ മനുഷ്യൻ. വതമന്ന അലല്ലാഹിൽ അമാനി, ഇങ്ങനെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലൂടെ തെറ്റുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവനൊരു മിഥ്യാബോധമുണ്ട്. അവൻ ചിന്തിക്കുന്നത് അല്ലാഹു ഗഫൂറുർ റഹീമാണല്ലോ, അവൻ പുറത്തു തരുമല്ലോ, അവൻ കാരുണ്യവാനാണല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന്, അവനാണ് ഭീരുവെന്ന്, അവനാണ് ദുർബലനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. വിശുദ്ധ റമദാനിലാണല്ലോ ബദർ നടന്നത്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ചരിത്രമൊക്കെ നമുക്കറിയാം. ആ ബദർ സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ കുറെ സൂക്തങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തു അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തിനും. എന്തായിരുന്നു ആ സൂക്തങ്ങൾ? നമുക്കറിയാം, അതൊരു വലിയ ചരിത്രമായിരുന്നു. താലൂത്തിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ജാലൂത്ത് എന്ന് പറയുന്ന ഒരു മഹാസാമ്രാജ്യ ശക്തിയെ നേരിടാൻ പോയതിന്റെ കഥ പറഞ്ഞു. ആത്മനിയന്ത്രണത്തിന്റെ, ഇച്ഛാനിയന്ത്രണത്തിന്റെ പാഠമാണ് അതിലൂടെ പകർന്നു കൊടുക്കുന്നത്. അല്പം മാസങ്ങൾക്ക് ശേഷം ബദറിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. മാനസികമായി അവരെ അല്ലാഹു സജ്ജമാക്കുകയായിരുന്നു. ആ ചരിത്രത്തിൽ പറഞ്ഞു, താലൂത്തും സൈന്യവും പുറപ്പെടുമ്പോൾ ആ ചെറിയ സൈന്യം അല്ലെങ്കിൽ വിശ്വാസികളുടെ സൈന്യം, ആ സൈന്യത്തോട് താലൂത്ത് എന്ന് പറയുന്ന സേനാനായകൻ പറയുകയാണ്, പോകുന്ന വഴിയിൽ ഒരു പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലത്താണ് പോകുന്നത്, ഏറ്റവും കഠിനമായ ദാഹമുള്ള കാലത്താണ് പോകുന്നത്. ആ പുഴയെത്തുമ്പോൾ കുടിക്കാൻ നിങ്ങൾക്ക് മോഹമുണ്ടാവും. ആ മോഹത്തെ നിങ്ങൾ നിയന്ത്രിക്കണം. ഇച്ഛകൾ തള്ളിക്കയറി വരും, കാരണം ഏറ്റവും കൊടുംചൂടിലാണ് യാത്ര. അപ്പോഴാണൊരു പുഴ കടക്കേണ്ടി വരുന്നത്. വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും നിങ്ങൾക്ക്. നിയന്ത്രിക്കണം, അവിടെ കുടിക്കരുത് നിങ്ങൾ. ആത്മനിയന്ത്രണം പരിശോധിക്കുകയായിരുന്നു സേനാനായകൻ. കാരണം ദുനിയാവിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയെ, ഏറ്റവും വലിയ അമേരിക്കയെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, സൂക്ഷിക്കണം, വെള്ളമാരും കുടിക്കരുത്. ഇനി വല്ലാതെ നിർബന്ധമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ദാഹം ശമിപ്പിക്കാൻ വല്ലാത്ത മോഹമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സേനാനായകനായ താലൂത്ത് പറഞ്ഞു, ഒരു അരക്കൈ കുടന്ന വെള്ളം കുടിക്കാം. അത് അവനേക്കാൾ വലിയ പരീക്ഷണമാണ്. അരക്കൈ കുടന്ന വെള്ളം കുടിക്കാം, അതിനപ്പുറം കുടിക്കരുത്. അങ്ങനെ ആരെങ്കിലും കുടിച്ചാൽ അവൻ ഈ സംഘത്തിൽപ്പെട്ടവനല്ല. ആത്മനിയന്ത്രണമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ശത്രുക്കളെ അതിജയിക്കാൻ കഴിയൂ. ആത്മശക്തി വീണ്ടെടുത്ത ഒരു സംഘത്തിന് മാത്രമേ ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ കഴിയൂ എന്ന് പാഠപ്പെടുത്തിക്കുകയാണ്. ഇന്നത്തെ പോലെ സമുദായം അന്നും നമുക്കറിയാമല്ലോ. ഖുർആൻ ആ കഥ വിശദീകരിച്ചു. അവിടെ പുഴയെത്തിയപ്പോഴോ ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹു, ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹു, എല്ലാവരും കുടിച്ചുപോയി. ഇല്ലാ ഖലീലൻ മിൻഹും, ഖലീൽ വളരെ തുച്ഛമായ, വളരെ ചെറിയ, അതിനാണ് നമ്മൾ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നൊക്കെ പറയുന്നത്. ഒരു സർഗാത്മക ന്യൂനപക്ഷം, ഒരു ചെറിയ വിഭാഗം, ഏതാനും ആളുകൾ, അവർ മാത്രമേ കുടിക്കാതിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ദാഹം തീർത്തു കളഞ്ഞു. അവിടെ എത്തിയപ്പോൾ അവരാ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ പോവുകയാണ്. ജാലൂത്ത് വരുന്നു, ജാലൂത്തിന്റെ മഹാസൈന്യം വരുന്നു. അങ്ങനെ ഈ പടപ്പുറപ്പാട് കാണുമ്പോൾ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്തിലെ ആളുകൾ പറയുകയാണ്, താലൂത്തിനെ നേരിടാനുള്ള താക്കത്ത് നമുക്കില്ല. നമ്മുടെ സമുദായത്തിന്റെ ശക്തി നമ്മൾ അറിയണ്ടേ? നമ്മൾ വളരെ കുറഞ്ഞവരാണ്. നമ്മൾ സയൻസിലും സാങ്കേതിക വിദ്യയിലും പിന്നിൽ നിൽക്കുന്നവരാണ്. നമ്മൾ ന്യൂനപക്ഷമാണ്. നമുക്കെന്താണല്ലോ, നമുക്കെത്ര കോളേജുണ്ട്, നമുക്കെത്ര സ്കൂളുണ്ട്, നമുക്കെത്ര അധികാരമുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സമൂഹം പറഞ്ഞു, ലാ
നമുക്കെങ്ങനെ നേരിടാൻ കഴിയാം? നിലവിളിക്കുകയാണ് ആ സമുദായം. നമ്മൾ പിന്നാക്കമാണെന്ന് നിലവിളിക്കുകയാണ്, ന്യൂനപക്ഷമാണെന്ന് നിലവിളിക്കുകയാണ്, ആരാണ് ഞങ്ങളെ രക്ഷിക്കുക എന്ന് കേളുകയാണ്. അങ്ങനെ ഒരു ചരിത്ര സന്ദർഭം വിശുദ്ധ ഖുർആൻ ബദർ സംഭവിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് സഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ അപ്പോൾ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷം ഖലീൽ അവർ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണമാണ്. വിശ്വാസികളുടെ എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്, ഏറ്റവും വലിയ ആത്മവിശ്വാസം. അവർ പറഞ്ഞു കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത ഫിയത്തൻ കസീറത്തൻ ബിഇذനില്ല. കമ്മിൻ ഫിയത്തിൻ ഖലീല, എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വമ്പൻ സൈന്യസന്നാഹങ്ങളെ നിലംപരിശാക്കിയത് ചരിത്രത്തിൽ. ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് വന്നു? ആത്മശക്തിയിൽ നിന്ന്, ആന്തരിക ശക്തിയിൽ നിന്ന് വരികയാണ്. ഇന്നമഈ റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും എന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് വന്ന ശബ്ദമാണ് കമ്മിൻ ഫിയത്തിൻ ഖലീല. അങ്ങനെ ജാലൂത്തിനെ നേരിടാൻ പോകുന്ന സന്ദർഭത്തിലും ഈ സമൂഹം ചോദിക്കുന്നത് പടച്ചവനെ ഞങ്ങൾക്ക് ആയുധം തരണേ എന്നല്ല, പടച്ചവനെ അവരെപ്പോലെ ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് തരണേ എന്നല്ല ചോദിക്കുന്നത്. ആ സമുദായം ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റൻ വസബ്ബിത് അഖദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ സബർ ചൊരിഞ്ഞു തരണമേ. മനോബലം ചോദിക്കുകയാണ്, ആന്തരിക ശക്തി ചോദിക്കുകയാണ്. പടച്ചവനെ, ആന്തരിക ശക്തിയില്ലാത്തവർക്ക് ബാഹ്യശക്തികൾ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ആന്തരിക ശക്തി പ്രദാനം ചെയ്യണമേ. റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റ വസബ്ബിത് അഖദാമനാ, ഈ ശത്രുവിന്റെ മുമ്പിൽ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ധിക്കാരികൾക്കും നിഷേധികൾക്കും എതിരിൽ പടച്ചവനെ നിന്റെ സഹായം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംഘത്തെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ നിയന്ത്രണ ശേഷിയാണ്, മോഹങ്ങളെ മെരിക്കാനുള്ള കഴിവാണ് ജീവിതത്തെ ഒരു കലയാക്കി മാറ്റുന്നത്, ജീവിതത്തെ സുന്ദരമാക്കി മാറ്റുന്നത്, ജീവിതത്തെ ഭദ്രമാക്കി മാറ്റുന്നത്. സൈക്കിൾ ചവിട്ടി അങ്ങനെ പോകുമ്പോൾ താഴേക്കുള്ള ഇറക്കത്തിൽ ബ്രേക്ക് അങ്ങനെ വിട്ടുവിട്ടു കൊടുക്കുകയല്ല ബുദ്ധി എന്ന് പറയുന്നത്. അവിടെ പിടിച്ചു നിർത്താനുള്ള കഴിവാണ്, നിയന്ത്രിക്കാനുള്ള കഴിവാണ് ജീവിതത്തെ, യാത്രയെ അപകടരഹിതമാക്കി തീർക്കുന്നത്. അതല്ല, അങ്ങനെ പിടിവിട്ടാൽ അത് ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക്, ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തുക. ജീവിതവും അങ്ങനെ തന്നെയാണ്, വിട്ടുവിട്ടുകൊടുക്കുകയല്ല, പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകണം. ആ താക്കത്താണ്, ആ ആത്മശക്തിയാണ് നോമ്പിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പ് പരിശീലിപ്പിക്കുന്നത്. വെള്ളം കുടിക്കാൻ മുമ്പിലില്ലാഞ്ഞിട്ടല്ലോ, വിശ്വാസിയുടെ മുമ്പിൽ ദാഹം ശമിപ്പിക്കാൻ വെള്ളമുണ്ട്, കഴിക്കാൻ രുചികരമായ ആഹാരമുണ്ട്, വിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് ഭാര്യയുണ്ട്, ലൈംഗിക മോഹങ്ങളുമുണ്ട്, വിഹിതമായി ഇണയാണ്, എല്ലാം അനുഭവിക്കാം. പക്ഷേ റബ്ബ് പറഞ്ഞു അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു. ഈ പരിശീലനമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു നൽകുന്നത്. ഈ പരിശീലനത്തിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യൻ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തമ്പുരാനെ, എനിക്കെല്ലാമുണ്ട്, പക്ഷേ ഞാൻ നിയന്ത്രിക്കുന്നു. ഭക്ഷണം ഉപേക്ഷിക്കാനുള്ള കരുത്തെനിക്കുണ്ട്, ഭക്ഷണമുള്ളതോടൊപ്പം എനിക്ക് ഭാര്യയെ അവളെ പ്രാപിക്കാതിരിക്കാനുള്ള മാനസികമായ ആന്തരികമായ ശക്തിയുണ്ട്. അവൾ ഉള്ളപ്പോൾ തന്നെ എനിക്കത് നിയന്ത്രിക്കാൻ കഴിയും. ഏത് സമൃദ്ധിയുടെ ഇടയിലും പട്ടിണി തീർച്ചയായും എനിക്ക് സ്വായത്തമാക്കാൻ കഴിയും. പടച്ചവനെ, എല്ലാ ഐശ്വര്യത്തിന്റെ സമൃദ്ധികൾക്കിടയിലും ദരിദ്രനായി പോകാൻ നീ എന്നോട് കൽപ്പിച്ചാൽ പോകാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് കരുത്തുള്ളവനാണ്, ആത്മശക്തിയുള്ളവനാണ് എന്നാണ് യഥാർത്ഥത്തിൽ റബ്ബിനോട് നോമ്പെടുക്കുന്ന ഒരു വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോമ്പിന്റെ ഈ പരിശീലനം ഇച്ഛാനുസാരിയായ ഒരു മനുഷ്യനെ ദൈവാനുസാരിയാക്കി മാറ്റുന്ന പരിശീലനം അപൂർവമായ ഈ ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ഓരോ നോമ്പ് പിന്നിടുമ്പോഴും, ഓരോ സിയാമ് കഴിയുമ്പോഴും, ഓരോ ഖിയാമ് കഴിയുമ്പോഴും നമുക്ക് നമ്മെ വിലയിരുത്തി സ്വയം തന്നെ മാർക്കിട്ട് ഗ്രേഡിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ നസീഹത്തിന്റെ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മോഹങ്ങളെ നിയന്ത്രിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന അഖ്വഫുമാ അത്തഖവഫു അലാ ഉമ്മത്തി, എന്റെ ഈ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ഏറ്റവും ഈ സമുദായത്തിൽ ഭയപ്പെടുന്നത് അൽ ഹവാ വതൂൽ അമൽ. ഒന്ന് തന്നിഷ്ടമാണ്, മനുഷ്യരുടെ തന്നിഷ്ടം ഹവയാണ്. രണ്ടാമത്തേത് അതിമോഹങ്ങളാണ്, തൂലുൽ അമൽ, നീണ്ടു പോകുന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. ഫഅമ്മൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ്, മനുഷ്യൻ തന്നിഷ്ടക്കാരനായാൽ എന്താണ് സംഭവിക്കുക?
അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, സത്യത്തിന്റെ പാതയിൽ നിന്ന് അവൻ അകന്നകന്നേ പോകും. വഅമ്മാ തൂലുൽ അമൽ, അതിമോഹങ്ങളാകട്ടെ ഫയുൻസിൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് അവനെ മറപ്പിച്ചു കളയുകയും ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മോഹങ്ങളെ മെരുക്കിയെടുത്തുകൊണ്ട്, ഇച്ഛകൾ നിയന്ത്രിച്ചുകൊണ്ട് ആത്മസംയമനത്തിന്റെ മാർഗത്തിൽ ആ പരിശീലനം ശരിയായി പൂർത്തിയാക്കുമ്പോൾ കൂടുതൽ നല്ല ഒരു മനുഷ്യനായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യൻ ആർജിച്ചെടുത്ത സംസ്കാരത്തിന്റെ വസന്തോത്സവമായ ഈ അനർഘ കാലഘട്ടത്തെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ശരികളെ ജീവിതത്തിന്റെ പ്രകാശമാക്കി തീർക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.